നിങ്ങൾ എന്തുട്ടാ മനുഷ്യ കുറെ നേരമായിരുന്നു കുത്തിക്കുറിക്കണു? എന്റെ പൊന്ന് ജമീല, കച്ചവടം കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെയാണ് ഈ ആഴ്ച. കച്ചവടത്തിന് വല്ല കുറവുമില്ല, 10 പൈസ വെച്ചുമില്ല. ഇങ്ങനെ പോയ എന്ത് ചെയ്യും? എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ, 10-75 വയസ്സായി. ഞാൻ ഉരുണ്ടു വീണ് മരിച്ച നിനക്ക് ആരാ ഉള്ളത്? ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ, നിങ്ങൾ ഇപ്പൊ ചാവാൻ പോവല്ലേ. വേണ്ടാത്ത കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ബേജാറാകണ്ട. നിനക്കത് പറയാം. ഈ വയസ്സാം കാലത്ത് ആര് നോക്കുന്നു വിചാരിച്ച 10 ദിവസം ആശുപത്രി കിടന്ന രൂപ എത്ര വേണം? ആര് തരാനാ? എവിടെ നിന്ന് ഉണ്ടാക്കാനാ? അത് അപ്പളല്ലേന്ന് ബന്നത് വന്നോടത്തിച്ചൻ കാണും. ആ പിന്നെ ഉവ്വ. ഓ, അത് വേറെ ആരും അല്ലെന്നേ, നമ്മുടെ KHRയുടെ മനോഹരനും അസീസും അനിലും ഒക്കെ അല്ലേ. ഓഹോ, എല്ലാവരും ഉണ്ടല്ലോ. വാ കേറി വാ. എന്താ നാസർക്ക് വിശേഷം? ഓഹോ, നല്ല വിശേഷം കാച്ചപ്പള്ളി. എന്താ രണ്ടുപേർക്കും ഒരു വിഷാദം? കച്ചവടമൊന്നുമില്ലേ? കച്ചവടമൊക്കെ നല്ല അസലായിട്ടുണ്ട്, പക്ഷെ 10 പൈസ വെച്ചു. ഞങ്ങൾക്കാണെങ്കിൽ വയസ്സായി, എനിക്ക് വയസ്സ് 75. ഞാൻ ഉരുണ്ടു വീണ് മരിച്ചു പോയ ഇവളുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരുന്നു പോയതാ. അതിനൊക്കെ പരിഹാരം ഉണ്ട് നാസർക്ക. എന്ത് മരിക്കണേനാ? അതല്ലെന്നേ, പിന്നെ KHRA ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. KHRA സുരക്ഷാ പദ്ധതി. അത് കൊള്ളാലത്. സ്വന്തം അംഗങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. 10 ലക്ഷം രൂപ കുടുംബസഹായധനമായി ഈ പദ്ധതിയിലൂടെ ലഭിക്കും. അത് ഇൻഷുറൻസ് അല്ലേ? നമ്മളെ ആരെങ്കിലും ചേർക്കോ? 10-75 വയസ്സായില്ലേ? ഇത് ഇൻഷുറൻസ് ഒന്നും അല്ല ഇക്ക. KHRA രൂപം കൊടുത്തിരിക്കുന്ന പുതിയൊരു പദ്ധതിയാണ്. ഇതിൽ ചേരുന്ന KHRA അംഗങ്ങൾക്ക് പ്രായപരിധിയേ ഇല്ല. ഒരംഗം 3000 രൂപ വെച്ചു കൊടുത്താൽ ഇതിൽ അംഗമാകും. അത് കൊള്ളാലത്. അപ്പൊ ആകെ 3000 രൂപ മതിയാ? ഒരാൾക്ക് 3000-ഉം നിങ്ങളും ഭാര്യയും കൂടി ചേരുമ്പോൾ 6000 രൂപയും. ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരംഗം മരിക്കുകയാണെങ്കിൽ 100 രൂപ വെച്ച് 2 പേർ നൽകണം. അത് നമ്മുടെ അംഗത്തിന് കൊടുക്കുന്ന ധനസഹായമായി കണക്കാക്കിയാണ്. അത് കുഴപ്പമില്ല, അല്ലെങ്കിലും ധനസഹായം നമ്മൾ കൊടുക്കണതല്ലേ. ഞാനൊന്ന് ചോദിച്ചു, നമ്മുടെ കൂടെ പണിയെടുക്കുന്ന നമ്മുടെ തൊഴിലാളികളുണ്ട്. ഇപ്പൊ തന്നെ ആ നിക്കട സുരേഷ് 10-20 കൊല്ലമായി നമ്മുടെ കൂടെ വന്നിട്ട്. ഓനെയും കൂടെ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേർത്തുകൂടി? പിന്നെന്തൊക്കെയാ, അവരെ കൂടി ചേർക്കാം. ഈ പദ്ധതി തന്നെ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും ചേർക്കുന്നത് തന്നെയാ. പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ട്. പ്രായപരിധി 55 കൂടാൻ പാടില്ല. ഓഹോ, അത് ശരി. എടാ സുരേഷ്, എടാ അനക്കെത്ര വയസ്സായടാ? 54. പിന്നെന്താ കുഴപ്പം ചേർക്കണേന്? ചേട്ടാ എന്നെയും ചേർക്കുമ്പോ അതിനെന്താ, തനിക്കും ചേരാം. ഇവിടെ ബംഗാളി എന്നോ ആസാമി എന്നോ ബീഹാറി എന്നോ ഇല്ല. ഇന്ത്യയിൽ എവിടെയുള്ള ആൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇതിൻ്റെ അകത്ത് അംഗമാകാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ പണിയെടുക്കുന്ന നമ്മുടെ തൊഴിലാളികളെ നമ്മോട് ചേർത്ത് നിർത്താം. അപ്പോ നാസർക്ക, ഈ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് തിരിച്ചു തരണം. നിബന്ധനകളൊക്കെ ഇതിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പോ ഞാനും ചേർന്ന്, എന്റെ ഭാര്യയും ചേർന്ന്, എന്റെ തൊഴിലാളികളും ചേർന്ന് നിങ്ങളും ചേരണം.